ഹലോ, ഞാൻ ബിന്ദു സമ്പത്ത്, ഇൻ്റർനാഷണലി സർട്ടിഫൈഡ് മേക്കപ്പ് ആർട്ടിസ്റ്റ്, ഹെയർ സ്റ്റൈലിസ്റ്റ് ആൻഡ് സാരി ഡ്രേപ്പിസ്റ്റ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്ന നമ്മൾ ഒത്തിരി സാരി ഡ്രേപ്പിങ്ങിൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട് അല്ലേ. എല്ലാവരും അയൺ ചെയ്യുന്നു, നല്ല കറക്റ്റായിട്ട് പ്ലീറ്റ് എടുക്കുന്നു, ബോക്സ് പ്ലീറ്റ് ചെയ്യുന്നു. പക്ഷേ ചില ചെറിയ ട്രിക്സ് ഉണ്ട്. അതായത് മെഷർമെൻറ്റ്സ് എന്ന് മീൻസ് നമ്മൾ എങ്ങനെ ഒരു പല്ലു അറേഞ്ച് ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അധികം ആരും പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പോൾ അതാണ് ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ വന്നേക്കുന്നത്. ഇതൊക്കെ നമുക്ക് ആമസോണിൽ വാങ്ങാൻ കിട്ടുന്നതാണ്. ഇതിനെ സാരി പെഗ് എന്നാണ് പറയുന്നത്. അതായത് നമ്മളൊരു പ്ലീറ്റ് എടുക്കുമ്പോൾ സാരി ഒന്ന് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള പെഗ്ഗാണ്. പിന്നെ പിൻസിനെ പറ്റി നിങ്ങൾക്ക് അറിയാമല്ലോ, വലിയ പിന്നുണ്ട്. ഈ പിൻ എപ്പോഴും നമ്മൾ യൂസ് ചെയ്യേണ്ട ഏതിനാണെന്നറിയാമോ? നമ്മുടെ ഇവിടത്തെ, അതായത് നമ്മുടെ സെൻറ്റർ പ്ലേറ്റ്സ് എല്ലാം എടുത്തിട്ട് അത് ഒരുമിച്ച് ജോയിൻ ചെയ്യാൻ എപ്പോഴും വലിയ പിന്ന് യൂസ് ചെയ്താൽ അത് കുറച്ചുകൂടെ ഹോൾഡിങ് നല്ലതായിരിക്കും. ഇത് വന്നിട്ട് സാധാ കുഞ്ഞ് പ്ലേറ്റ്. അപ്പോൾ ഇത് നമ്മുടെ ഈ പല്ലുകളിലെല്ലാം നമുക്ക് കുത്താനായിട്ട് ഇത് യൂസ്ഫുള്ളാക്കാം. അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, അതേമാതിരി ഈ കുഞ്ഞു ഇങ്ങനത്തെ സംഭവങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ, ഇങ്ങനെ മുത്ത് വരുന്നത്. അപ്പോൾ ഇതുമാതിരി നമ്മൾ അറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് പിന്ന് കുത്താൻ ബുദ്ധിമുട്ടുന്നതിനേക്കാളും ഇത് വെച്ചിട്ട് നമുക്ക് തൽക്കാലത്തേക്ക് ടെമ്പററി ആയിട്ട് ഇത് വെച്ച് ഹോൾഡ് ചെയ്തിട്ട് പിന്നീട് നമുക്ക് പിന്നിലേക്ക് വരാം. അങ്ങനെ ഇപ്പം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയ 3 കാര്യങ്ങളല്ലേ. ഇനി നാലാമത്തെ ഒരു കാര്യം എന്താണ്? ടേപ്പ്. ഈ ഒരു ടേപ്പ് നമ്മുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും കാണുമായിരിക്കും. അപ്പോൾ എങ്ങനെയാണ് ഇവിടുത്തെ പ്ലീറ്റിൻ്റെ വീതി എടുക്കുന്നത് എന്നുള്ളതാണ്. സാധാ ഒരു സ്ലിം, അത് നന്നായിട്ട് മെലിഞ്ഞ് കമ്പി പോലെ ഇരിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ ഈ ടേപ്പിൻ്റെ 3 വരുന്നത്, അതായത് 3 ഇഞ്ചായിരിക്കണം ഇവിടുത്തെ അവരുടെ ഷോൾഡർ പ്ലീറ്റിൻ്റെ ഫസ്റ്റ് പ്ലീറ്റ് വരേണ്ടത്. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ അത്രയ്ക്ക് സ്ലിം ആയിരിക്കും. അപ്പോൾ അവർക്ക് നമുക്ക് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു 9, 10 അല്ലെങ്കിൽ 12 പ്ലീറ്റ്സ് വരെ എടുക്കാൻ പറ്റും. അത് കഴിഞ്ഞ് മീഡിയം ബോഡി സൈസ്, അതായത് നമ്മളിപ്പോൾ ഒരു ചുരിദാറിൻ്റെ ടോപ്പ് എടുക്കുമ്പോഴും നമുക്കറിയാമല്ലോ, നമ്മൾ സ്മോൾ സൈസാണോ, മീഡിയം ആണോ, ലാർജ് ആണോ, എക്സ്ട്രാ ലാർജ് ആണോ. അതുമാതിരി മീഡിയം ആൾക്കാർക്കാണെങ്കിൽ നമുക്ക് എടുക്കേണ്ടത് എന്താണെന്നറിയാമോ? 2.5 to 4 ഇഞ്ചസ്, ഇത്രയും വീതി. അതായത് 2.5 into 4 ഇഞ്ചസ്. അത് ഈ ഇതിൽ എഴുതി കാണിക്കാൻ കൂടെ ചെയ്യും. അപ്പോൾ നിങ്ങളത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് നാളെ നിങ്ങൾക്കത് യൂസ്ഫുള്ളാക്കാം. രണ്ടാമത് പ്ലസ് സൈസ് മീൻസ് എക്സ്ട്രാ ലാർജ്, കുറച്ച് വണ്ണം ഉള്ളവർ, അങ്ങനത്തെ ഇത് വരുന്നവർക്ക് 4 തൊട്ട് 5 വരെ എടുക്കാം. അപ്പോൾ ഓരോ അളവനുസരിച്ച് നമ്മൾ ഈ ഇഞ്ചസ് വ്യത്യാസപ്പെടുത്തുമ്പോൾ അവർ സാരി ഉടുക്കുമ്പോൾ തന്നെ കാണാൻ ഒരു വല്ലാത്തൊരു ഭംഗിയായിരിക്കും. പിന്നെ ഏറ്റവും കുറച്ച് നല്ല വണ്ണം തോന്നിക്കുന്നവർക്ക്, അതായത് എക്സ്ട്രാ ലാർജ് അല്ലെങ്കിൽ കുറച്ച് പ്രായം കൂടിയവർക്ക് പോലും എടുക്കാൻ പറ്റുന്നതാണ് 5 മുതൽ 6 ഇഞ്ച്. കാരണം അത്രയും വീതി വന്നാൽ മാത്രമേ അവർക്ക് ആ സാരി വെയർ ചെയ്യുമ്പോൾ ഒരു എലിഗൻസ് ഫീൽ ആവുള്ളൂ. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ മറക്കാതെ നോട്ട് ചെയ്ത് വയ്ക്കുക. കാരണം നാളെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉടുപ്പിച്ച് കൊടുക്കുമ്പോഴും നിങ്ങൾക്ക് സ്വയം എടുക്കുമ്പോഴും ഈ അളവുകൾ നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ ആ സാരി ഉടുക്കുമ്പോൾ തന്നെ അതിനൊരു വല്ലാത്ത ഭംഗി ഉണ്ടാകും എന്നാണ് ഞാൻ പറയാൻ വന്നത്. അപ്പോൾ ശരി, വീണ്ടും പുതിയ ടിപ്സുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അണ്ടിൽ ദെൻ ബൈ.